നീലക്കണ്ണുകളും സ്വർണ്ണത്തലമുടിയുമായി ലോകത്തിനെ ഹരം കൊള്ളിച്ച ഡയാന രാജകുമാരിയുടെ മകൻ, ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഇളമുറക്കാരൻ ഹാരി രാജകുമാരൻ തൻ്റെ ആത്മകഥ ഏറെ കോളിളക്കങ്ങളും വിവാദങ്ങളും സൃഷ്ടിച്ചു. പകരക്കാരൻ എന്നർത്ഥം വരുന്ന പുസ്തകത്തിൽ നിന്നും തുടങ്ങുന്നു രാജകുടുംബത്തിൻ്റെയും രാജകുമാരന്മാരുടെയും കഥ പറച്ചിൽ. വെൽക്കം ബാക്ക് അവർ ന്യൂ എപ്പിസോഡ്. ഉള്ളു തുറന്ന് ഹാരി. സ്വയം പരാജയനെന്ന് പറയുന്ന ഹാരിയുടെ പുസ്തകം കുതിച്ചു കയറുകയാണ്. UK-യിൽ ഏറ്റവും വേഗത്തിൽ വിറ്റുപോയ ഒരു പുസ്തകമായി ഹാരിയുടേത്. പുസ്തക വിപണിയിലെത്തിയ ആദ്യ ദിവസം തന്നെ വിറ്റുപോയത് 4 ലക്ഷം കോപ്പികളാണ്. അമ്മ ഡയാന നേരിട്ടതിനേക്കാൾ വലിയ ദുരന്തങ്ങളാണ് കാലം ഹാരിക്കായി നീക്കിവെച്ചത്. ജനിച്ച കാലം മുതൽ തന്നെ കൊട്ടാരത്തിൽ അനുഭവിച്ച വിവേചനങ്ങളും ഒറ്റപ്പെടലുകളും പച്ചയായി പുസ്തകത്തിൽ കാണാം. ഡയാന ഹാരിയെ ജന്മം നൽകിയപ്പോൾ ഭർത്താവായ ചാൾസ് ഡയാനയോട് ഇങ്ങനെ പറഞ്ഞു: "നീ എനിക്കൊരു കിരീടാവകാശിയും ഒരു പകരക്കാരനെയും തന്നു." ജ്യേഷ്ഠനായ വില്യത്തിന് പകരക്കാരനായാണ് തന്നെ കണ്ടിരുന്നതെന്നാണ് ഹാരിയുടെ വെളിപ്പെടുത്തൽ. തന്നേക്കാൾ 2 വയസ്സ് മുതിർന്ന വില്യമാണ് കിരീടാവകാശി, ഞാൻ പകരക്കാരൻ, അതായത് ഒരു നിഴൽ. വില്യംസിന് എന്തെങ്കിലും പറ്റിയാലുള്ള പകരക്കാരൻ എന്ന നിലയ്ക്കാണ് എന്നെ ലോകത്തേക്ക് കൊണ്ടുവരുന്നത്. കിഡ്നി, ബോൺമാരോ, രക്തം നൽകൽ തുടങ്ങി അദ്ദേഹത്തിന് ആവശ്യമായ സ്പെയർ പാർട്സുകളാണ് ഞാൻ. ഇതാണ് എൻ്റെ റോൾ. UK സൈന്യത്തിൻ്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാനിൽ സേവനത്തിനിടെ 25 അഫ്ഗാൻ തീവ്രവാദികളെ താൻ വധിച്ചെന്ന് ഹാരി ഇതിൽ പറയുന്നുണ്ട്. അമ്മ ഡയാനയുടെ മരണം ഹാരിയുടെ ബാല്യം കൂടുതൽ വഷളാക്കി. കൗമാരപ്രായത്തിൽ തന്നെ മയക്കുമരുന്നിന് അടിമപ്പെട്ടു. നല്ലൊരു വഴികാട്ടിയായിട്ട് ആരും തന്നെയില്ല. അമ്മയുടെ നഷ്ടം വല്ലാതെ അലട്ടി. അച്ഛൻ കമീലയെ വിവാഹം കഴിക്കുന്നത് അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. പിതാവ് കമീലയുമായി ബന്ധം തുടരുന്നത് കണ്ട് വിതുമ്പുന്ന അമ്മയെ താൻ കണ്ടിട്ടുണ്ട്. കമീലയെ വിവാഹം കഴിക്കരുതെന്ന് അച്ഛനോട് ഞാനും ജ്യേഷ്ഠനും പറഞ്ഞു. എന്നാൽ അച്ഛൻ അനുസരിച്ചില്ല. പിതാവ് ഒരിക്കലും വില്യമിനൊത്ത് വിമാനയാത്ര നടത്തിയിരുന്നില്ല. കിരീടാവകാശികളായ 2 പേരും ഒരുമിച്ചില്ലാതാകുന്നത് തടയാനായിരുന്നു അത്. എന്നാൽ താൻ ആർക്കൊപ്പം സഞ്ചരിച്ചുവെന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. തൻ്റെ ഭാര്യ മേഘാമർക്കിനെ സഹോദരൻ വില്യം ഉപദ്രവകാരി എന്നും പരിക്കിയ സ്ത്രീയെന്നും വിളിച്ച് അധിക്ഷേപിച്ചു. എതിർത്തപ്പോൾ വില്യം തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു. തൻ്റെ ഭാര്യയെ താജ്മഹൽ കാണാൻ പോയ സമയം അവിടെ ചെന്നാൽ ഫോട്ടോ എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ട മേഘൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഡയാന ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അവിടെ ബെഞ്ചിലിരുന്നൊരു ഫോട്ടോ എടുത്തതും അത് വലിയ പ്രശസ്തി നേടിയതും പിന്നീട് ആ ബെഞ്ച് ഡയാനയുടെ ഇരിപ്പിടമായി അറിയപ്പെട്ടതും. അതുപോലെ നീയും എടുത്താൽ ഡയാനയെ അനുകരിക്കുകയാണെന്ന് പറയും. അത് ഭയന്നാണ് ഹാരി അങ്ങനെ പറഞ്ഞത്. രാജകൊട്ടാരത്തിനെ പറ്റിയുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം ചിന്തയും മാറ്റിമറിക്കുന്നുണ്ട് ഈ പുസ്തകം. വലിയ കോളിളക്കം സൃഷ്ടിച്ച ഈ പുസ്തകം ഇന്നും ചൂട് പപ്പടം പോലെ വിറ്റഴിഞ്ഞു പോവുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.